വയനാടിനായി കൈകോർത്തുകൊണ്ട് PSC ഇൻഫ്ലുവൻസറിന്റെ സൗജന്യ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2022, 23, 24 വർഷങ്ങളിലെ ആനുകാലിക വിവരങ്ങൾ, മുഴുവൻ ആനുകാലിക വിവരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. അതിലെ ഒന്നാമത്തെ പാർട്ടാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ 50 MCQ ക്വസ്റ്റ്യൻസും അതിന്റെ PDF നോട്ട്സും നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. കൂടാതെ 1000-ൽ പരം പോൾ എക്സാംസും ദിവസവും നമ്മുടെ ചാനലിൽ നടക്കുന്നതാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എല്ലാ പ്രശ്നത്തെയും അതിജീവിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: നീതി ആയോഗ് പദ്ധതിയായ ശൂന്യ ക്യാമ്പയിൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നടന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നീതി ആയോഗ് പദ്ധതിയായ ശൂന്യ ക്യാമ്പയിൻ എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്നത്. ഓപ്ഷൻ എ, ഇലക്ട്രിക് വാഹന പ്രോത്സാഹനത്തിലൂടെ വായു മലിനീകരണം കുറയ്ക്കുക. ഓപ്ഷൻ ബി, എണ്ണ ഇറക്കുമതി ബില്ല് അല്ലെങ്കിൽ ചെലവ് കുറയ്ക്കുക. ഓപ്ഷൻ സി, സംരംഭകത്വ നവീന ആശയ രൂപീകരണം. ഓപ്ഷൻ ഡി, സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. നീതി ആയോഗിന്റെ പദ്ധതിയായ ശൂന്യ ക്യാമ്പയിൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? എന്തുമായാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇലക്ട്രിക് വാഹന പ്രോത്സാഹനത്തിലൂടെ വായു മലിനീകരണം കുറയ്ക്കുക. ഇലക്ട്രിക് വാഹന പ്രോത്സാഹനത്തിലൂടെ വായു മലിനീകരണം കുറയ്ക്കുക എന്ന നീതി ആയോഗിന്റെ പദ്ധതിയാണ് ശൂന്യ ക്യാമ്പയിൻ. ശൂന്യ ക്യാമ്പയിൻ. അങ്ങനെയെങ്കിൽ നീതി ആയോഗിന്റെ മറ്റ് പദ്ധതികളും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അങ്ങനെയെങ്കിൽ നോക്കിയേ, എന്തൊക്കെയാണ് മറ്റ് പദ്ധതികൾ എന്നത്. ഒന്നാമത്തത് മെഥനോൾ സമ്പദ്ഘടന. മെഥനോൾ സമ്പദ്ഘടന. എന്താണ് മെഥനോൾ സമ്പദ്ഘടന എന്ന പദ്ധതി? എണ്ണ ഇറക്കുമതി ബില്ല് കുറയ്ക്കുക. എണ്ണ ഇറക്കുമതി ബില്ല് അല്ലെങ്കിൽ ചെലവ് കുറയ്ക്കുക. അതാണ് മെഥനോൾ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മെഥനോൾ സമ്പദ്ഘടന. അടുത്തത് അടൽ ഇന്നവേഷൻ മിഷൻ. അടൽ ഇന്നവേഷൻ മിഷൻ. സംരംഭകത്വ നവീന ആശയ രൂപീകരണം. നീതി ആയോഗിന്റെ പദ്ധതിയാണ് അടൽ ഇന്നോവേഷൻ മിഷൻ. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംരംഭകത്വ നവീന ആശയ രൂപീകരണം. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ത് സമ്പദ് വ്യവസ്ഥയാ? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് അല്ലെ? മിക്സ്ഡ് എക്കണോമിയാണ്. അങ്ങനെയെങ്കിൽ സഹകരണ ഫെഡറലിസം. സഹകരണ ഫെഡറലിസം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. സഹകരണമാ, ഏകോപിപ്പിച്ച് നടക്കുക. സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. അപ്പൊ നീതി ആയോഗിന്റെ 4 പ്രവർത്തനങ്ങളും പദ്ധതികളും പഠിച്ചല്ലോ. ഒന്നാമത്തത് നമ്മൾ എന്തോ പറഞ്ഞത്? ശൂന്യ ക്യാമ്പയിൻ. ഒന്നാമത്തെ പദ്ധതിയാണ് ശൂന്യ ക്യാമ്പയിൻ. ഇലക്ട്രിക് വാഹന പ്രോത്സാഹനത്തിലൂടെ വായു മലിനീകരണം കുറയ്ക്കുക. ശൂന്യം വായു, അങ്ങനെ ഓർത്താൽ മതി. അപ്പം ഇലക്ട്രിക് വാഹന പ്രോത്സാഹനത്തിലൂടെ വായു മലിനീകരണം കുറയ്ക്കുക എന്നതാണ് ശൂന്യ ക്യാമ്പയിൻ. ഓർക്കാൻ എളുപ്പ, ശൂന്യ വായു, ശൂന്യ വായു. അടുത്തതാണ് മെഥനോൾ സമ്പദ്ഘടന. മെഥനോൾ എണ്ണ ഇറക്കുമതി ബില്ല് കുറയ്ക്കുക. എണ്ണ ഇറക്കുമതി ബില്ല് കുറയ്ക്കുക. അടുത്ത അടൽ ഇന്നോവേഷൻ മിഷൻ. അടൽ ഇന്നോവേഷൻ മിഷൻ എന്താണ്? സംരംഭകത്വ നവീന ആശയ രൂപീകരണം. അടുത്ത സഹകരണ ഫെഡറലിസം എന്താണ്? സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. സഹകരണമാണ്, സഹകരണ ഫെഡറലിസം ആണ് സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ അങ്ങ് പഠിച്ചു പോയിക്കോളൂ. നിങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട. പിന്നത്തേക്ക് ഇതിന് സമയം മാറ്റി വെക്കേണ്ട, നമ്മുടെ കൂടെ അങ്ങ് പഠിക്കാം. അടുത്ത നീതി ആയോഗ്. നീതി ആയോഗിന്റെ പദ്ധതികൾ നമ്മൾ പറഞ്ഞു. അപ്പൊ നീതി ആയോഗിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പോൾ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ കെ ബെറി ആണ് അല്ലെ? സുമൻ ബെറി ആണ് വൈസ് ചെയർമാൻ. CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. CEO BVR സുബ്രഹ്മണ്യം. നീതി ആയോഗ് നിലവിൽ വന്നതെന്ന 2015 ജനുവരി 1. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. വൈസ് ചെയർമാൻ ആരാണ്? സുമൻ കെ ബെറി ആണ്. CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. ഓക്കെ ആണ് ഇത്രയും കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം.
2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ ശിവശങ്കരി, ഓപ്ഷൻ ബി പ്രഭാവർമ്മ, ഓപ്ഷൻ സി രാംദർശ് മിശ്ര, ഓപ്ഷൻ ഡി സേതു. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത്, ഇതും കറണ്ട് അഫേഴ്സിൽ ഉൾപ്പെടുന്നതാണ്. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ബി പ്രഭാവർമ്മയ്ക്കാണ് അല്ലെ. പ്രഭാവർമ്മ മറന്നു പോവരുത്. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. അങ്ങനെയെങ്കിൽ 2022 21 കിട്ടിയത് ആർക്കാന്ന് പഠിക്കണ്ടേ? 23 പ്രഭാവർമ്മയാണെങ്കിൽ 22 ആർക്കാണ്? ശിവശങ്കരിക്കാണ്. ശിവശങ്കരി ഏത് കൃതിക്കാണ്? ഗൗരി ശങ്കരം എന്ന കൃതിക്കാണ്. 2022 സരസ്വതി സമ്മാൻ ലഭിച്ച വ്യക്തി ശിവശങ്കരി. ഏത് കൃതി? ഗൗരി ശങ്കരം. ശിവശങ്കരി ഗൗരി ശങ്കരം. 2021 ലഭിച്ചത് അപ്പൊ ആർക്കാണ്? രാംദർശ് മിശ്രയ്ക്കാണ്. രാംദർശ് മിശ്രയ്ക്കാണ് 2021 സരസ്വതി സമ്മാൻ ലഭിച്ചത്. ഇനി പ്രഭാവർമ്മയ്ക്ക് 2023 സരസ്വതി സമ്മാൻ ലഭിച്ചെന്ന് പറഞ്ഞു. ഏത് കൃതിയെ അടിസ്ഥാനമാക്കിയാണ് പ്രഭാവർമ്മയ്ക്ക് 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത്? രൗദ്രസാത്വികം. രൗദ്രസ്വാത്വികം. പ്രഭാവർമ്മയുടെ രൗദ്രസ്വാത്വികം എന്ന കൃതിയുടെ അടിസ്ഥാനമാക്കിയാണ് സരസ്വതി സമ്മാൻ പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക് 2023 ലഭിച്ചത്. പഠിച്ചേ, സരസ്വതി സമ്മാൻ പഠിച്ചേ. അങ്ങനെയെങ്കിൽ സരസ്വതി സമ്മാന്റെ പുരസ്കാര തുക എത്രയാണ്? 15 ലക്ഷം രൂപയാണ്. സരസ്വതി സമ്മാന്റെ പുരസ്കാര തുക 15 ലക്ഷം രൂപ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? ഒന്ന്, 2023 സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മ. 2022 ശിവശങ്കരി. പ്രഭാവർമ്മയ്ക്ക് ഏത് കൃതിക്കാ ലഭിച്ചത്? രൗദ്രസ്വാത്വികം. അങ്ങനെയെങ്കിൽ ശിവശങ്കരിക്ക് ലഭിച്ചത് ഏതാണ്? ഗൗരി ശങ്കരം. അടുത്ത 2021 ലഭിച്ചത് ആർക്കാണ്? രാംദർശ് മിശ്ര. രാംദർശ് മിശ്ര. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. മറ്റൊരു ചോദ്യം ഇതാണ്. 2023 ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം. 2023 ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം. ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി ദക്ഷിണ കൊറിയ, ഓപ്ഷൻ ഡി ഇന്ത്യ. 2023 ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ 1ാമതെത്തിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ചൈനയാണ്. മറന്നുപോവല്ലേ. 2023 ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചൈനയാണ്. ചൈന. അങ്ങനെയെങ്കിൽ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനം ചൈനയാണെന്ന് പഠിച്ചു. നിങ്ങൾക്കറിയാം ചൈന 1ാം സ്ഥാനം. 2ാം സ്ഥാനം ഏതിനാ? ജപ്പാനാണ്. 2ാം സ്ഥാനം ഏതിനാണ്? ജപ്പാനാണ്. 3ാം സ്ഥാനം ഏതിനാണ്? ദക്ഷിണ കൊറിയ. ദക്ഷിണ കൊറിയക്കാണ് 3ാം സ്ഥാനം. ദക്ഷിണ കൊറിയക്കാണ് 3ാം സ്ഥാനം. 4ാം സ്ഥാനം ആർക്കാണ്? ഇന്ത്യക്കാണ്. 4ാം സ്ഥാനം ആർക്കാണ്? ഇന്ത്യക്കാണ്. പഠിച്ചേ. അപ്പം ഇന്ത്യയിലെ ഏഷ്യൻ ഗെയിംസിന്റെ 2023 ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ പട്ടികയില് 1ാം സ്ഥാനം വന്നത് ആരാണ്? ചൈന. 1ാം സ്ഥാനം ചൈന, 2ാം സ്ഥാനം ജപ്പാൻ, 3ാം സ്ഥാനം ദക്ഷിണ കൊറിയ, 4ാം സ്ഥാനം ഇന്ത്യ. ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഇന്ത്യ. ക്ലിയർ ആയോ? അങ്ങനെയെങ്കിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ 107 ആണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ 107 എണ്ണം. അതിൽ 28 സ്വർണം, 38 വെള്ളി, 31 വെങ്കലമാണ് ഇന്ത്യ നേടിയത്. നിങ്ങൾക്കറിയാം ഇപ്പോൾ വരുന്ന എല്ലാം പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളാണല്ലേ. അപ്പൊ നമ്മൾ ഓരോ പ്രസ്താവനകളും അറിഞ്ഞിരിക്കണം. അങ്ങനെയെങ്കിൽ 28 സ്വർണം, 38 വെള്ളി, 31 വെങ്കലമാണ് ഇന്ത്യ നേടിയതെന്ന് ഓർത്തിരിക്കാം. മൊത്തം മെഡലുകളുടെ എണ്ണം 107 മെഡലുകൾ. ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഒരു ഫാക്ട്സിലേക്ക് പോകാം. എപ്പോഴും ഒരു ക്വസ്റ്റ്യനകത്ത് വരുന്നതാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്ലെ. ഇന്ത്യയുടെ രാഷ്ട്രപതിയെ സംബന്ധിച്ച് ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യനകത്തെല്ലാം ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഇതിനെ പറ്റിയുണ്ട്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ് അല്ലെ. രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന 15ാമത് വ്യക്തിയാണ് ആര്? ദ്രൗപദി മുർമു. രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന 15ാമത്തെ വ്യക്തി ആരാണ്? ദ്രൗപദി മുർമു ആണ്.
സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി, സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? അതും ദ്രൗപദി മുർമു ആണ്. സാന്താൾ വിഭാഗത്തിൽ ജനിച്ചു. സാന്താൾ കലാപത്തെ പറ്റിയൊക്കെ നമ്മൾ സ്കൂൾ ടെസ്റ്റിൽ SCERT ടെക്സ്റ്റ് ബുക്സിലൊക്കെ പഠിക്കുന്നതാണ്. സാന്താൾ വിഭാഗത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ആര്? ദ്രൗപദി മുർമു. ക്ലിയർ ആയോ? അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ദ്രൗപദി മുർമു 64-ാമത്തെ വയസ്സിലാണ് ഇന്ത്യൻ രാഷ്ട്രപതി ആവുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ രാഷ്ട്രപതിയെ പറ്റി പറഞ്ഞു. ഇന്ത്യയുടെ രാഷ്ട്രപതിയെ അറിയപ്പെടുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണ്? സുപ്രീം കമാൻഡർ. സുപ്രീം കമാൻഡർ എന്നറിയപ്പെടുന്ന ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലെ. ഇന്ത്യയുടെ രാഷ്ട്രപതി അറിയപ്പെടുന്നതാണ് സുപ്രീം കമാൻഡർ. അതേപോലെ തന്നെ ഇന്ത്യയുടെ പ്രഥമ പൗരൻ, ഇന്ത്യയുടെ പ്രഥമ പൗരൻ, ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അതും രാഷ്ട്രപതിയാണ്. സുപ്രീം കമാൻഡർ, പ്രഥമ പൗരൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. എത്രാമത്തെയാണ്? 15-ാമത്തെ വ്യക്തിയാണ്. രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന 15-ാമത്തെ വ്യക്തിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ്. സാന്താൾ വിഭാഗത്തിൽ ജനിച്ചു. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വനിത ആരാണ്? അതും ദ്രൗപദി മുർമു ആണ്. അപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ വനിത ആരായിരുന്നു? പ്രതിഭ പാട്ടീൽ ആയിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ വനിത പ്രതിഭ പാട്ടീൽ. ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വനിത ദ്രൗപദി മുർമു. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോ. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി അത് ദ്രൗപദി മുർമു ആണ്. ജനനം ഒഡീഷയിലാണ്. ദ്രൗപദി മുർമു ജനിച്ചത് ഒഡീഷയിലാണ്. രാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് ജാർഖണ്ഡ് ഗവർണർ പദവി 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണർ പദവി വഹിച്ച വ്യക്തിയാണ് ആര്? ദ്രൗപദി മുർമു. അപ്പം ജാർഖണ്ഡിനെ അറിയപ്പെടുന്ന പേരെന്താണ്? ഇന്ത്യയുടെ ധാതു സംസ്ഥാനം അല്ലെ, മിനറൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാ? ജാർഖണ്ഡ് ആണ്. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ് ആണ്. അപ്പം രാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് ജാർഖണ്ഡ് ഗവർണർ പദവി വഹിച്ച വ്യക്തി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ഏത് കാലഘട്ടത്തിലാണ്? 2015 മുതൽ 2021 വരെ. 2015 മുതൽ 2021 വരെ ദ്രൗപദി മുർമു ജാർഖണ്ഡിൽ ഗവർണർ ആയിരുന്നു. ഇനി ജാർഖണ്ഡിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? അതും ദ്രൗപദി മുർമു ആണ്. ജാർഖണ്ഡിലെ ആദ്യ വനിതാ ഗവർണർ ആരാണ്? അതും ദ്രൗപദി മുർമു ആണ്. ക്ലിയർ ആയോ? ദ്രൗപദി മുർമുവിനെ പറ്റി ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നോക്കിയേ, എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന 15-ാമത് വ്യക്തി, സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി, രാഷ്ട്രപതി കാലാവധി 5 വർഷമാണെന്ന് ഓർത്തിരിക്കുക. സാന്താൾ വിഭാഗത്തിൽ ജനിച്ചു. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി, ഇന്ത്യയുടെ രാഷ്ട്രപതി ആകുന്ന രണ്ടാമത്തെ വനിത, ആദ്യത്തെ വനിത പ്രതിഭ പാട്ടീൽ, ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി, ജനനം ഒഡീഷയിലാണ്. രാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് ജാർഖണ്ഡിലെ ഗവർണർ പദവി. അപ്പം നമ്മുടെ ഇവിടുത്തെ ഗവർണർ ആരാണ് ഇപ്പോൾ? ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് അല്ലെ. അതൊന്ന് ഇതിന്റെ കൂട്ടത്തിൽ ഓർത്തിരുന്നോണേ. ജാർഖണ്ഡിലെ ആദ്യ വനിതാ ഗവർണർ ആരായിരുന്നു? അതും ദ്രൗപദി മുർമു ആയിരുന്നു. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ ബാക്കി നോക്കൂ. കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ ജാർഖണ്ഡ് ഗവർണർ ആരാണ്? അതും ദ്രൗപദി മുർമു ആണ്. കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ ജാർഖണ്ഡ് ഗവർണറും ദ്രൗപദി മുർമു ആണ്. നമ്മൾ കാലാവധി പഠിച്ചായിരുന്നു 2015 മുതൽ 2021 വരെ. ദ്രൗപദി മുർമുവിന് എതിരെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രതിപക്ഷ സ്ഥാനാർത്ഥി ആരാണ്? യശ്വന്ത് സിൻഹയാണ്. യശ്വന്ത് സിൻഹ. ദ്രൗപദി മുർമുവിന് എതിരായിട്ട് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ അത് യശ്വന്ത് സിൻഹയാണ്. ആരാണ്? യശ്വന്ത് സിൻഹ. യശ്വന്ത് സിൻഹ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് വരാം. ഉപരാഷ്ട്രപതി. ഈ ടോപ്പിക്കും ഇമ്പോർട്ടന്റ് ആണ്, എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. ഉപരാഷ്ട്രപതി. ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ ആണ്. ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ അത് ജഗദീപ് ധൻകർ. ജഗദീപ് ധൻകർ ആണ്.
അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് അല്ലെ. രാജ്യസഭയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ഉപരാഷ്ട്രപതിയാണ്. അങ്ങനെയെങ്കിൽ ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്? അത് ലോകസഭാ സ്പീക്കർ ആണ്. ലോകസഭയുടെ അധ്യക്ഷൻ, ലോകസഭാ സ്പീക്കറും രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയുമാണ്. മറന്നുപോവല്ലേ, രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതി, ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്? അത് ലോകസഭാ സ്പീക്കർ ആണ്. ഇപ്പോഴത്തെ 18ാമത് ലോകസഭാ സ്പീക്കർ ആരാണ്? 18ാമത് ലോകസഭാ സ്പീക്കർ ഓം ബിർളയാണ് അല്ലെ. ഓം ബിർളയാണ് 18ാമത്തെ ലോകസഭാ സ്പീക്കർ. ഏത് മണ്ഡലത്തിലാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്തത്? രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം മത്സരിച്ചത്. അപ്പം ഇപ്പോഴത്തെ 18ാമത് ലോകസഭാ സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഓം ബിർളയാണ്. ലോകസഭ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ലോകസഭാ സ്പീക്കർ ആണ്. രാജ്യസഭാ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഉപരാഷ്ട്രപതിയാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. അങ്ങനെയെങ്കിൽ നോക്കിയേ, ഉപരാഷ്ട്രപതി ഇപ്പോഴത്തെ ആരാണ്? ജഗദീപ് ധൻഖർ ആണ്. രാജ്യസഭാ ചെയർമാൻ അപ്പോൾ ഇപ്പോഴത്തെ ആരാ? ജഗദീപ് ധൻഖർ ആണ് അല്ലെ. ജഗദീപ് ധൻഖർ, മറന്നു പോവല്ലേ, ജഗദീപ് ധൻഖർ. ഉപരാഷ്ട്രപതി ആകുന്ന 14ാമത്തെ വ്യക്തിയാണ് ജഗദീപ് ധൻഖർ. ഉപരാഷ്ട്രപതിയാകുന്ന 14ാമത്തെ വ്യക്തിയാണ് ജഗദീപ് ധൻഖർ. ഏത് സ്വദേശിയാണ്? രാജസ്ഥാൻ സ്വദേശിയാണ് അല്ലെ. രാജസ്ഥാൻ സ്വദേശിയാണ്. ഇദ്ദേഹം ബംഗാൾ ഗവർണർ ആയിരുന്നു ജഗദീപ് ധൻഖർ. അടുത്ത ചോദ്യം, അടുത്ത ഒരു ഫാക്ടിലേക്കാണ് വരുന്നത്. 74ാമത് റിപ്പബ്ലിക് 2023 നമ്മൾ 74ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു അല്ലെ. അപ്പം 74ാമത് റിപ്പബ്ലിക് ദിനത്തെ സംബന്ധിച്ചുകൊണ്ട് ഇപ്പോഴും LDC എക്സാമിന് നമുക്ക് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ നോക്കി, 74ാമത് റിപ്പബ്ലിക് ദിനത്തെ പറ്റി നമുക്ക് നോക്കാം. മുഖ്യ അതിഥി ആരായിരുന്നു? 74ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു? അബ്ദുൾ ഫത്താ അൽ സീസി ആയിരുന്നു മുഖ്യാതിഥി. അദ്ദേഹം ഈജിപ്ത് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പത്തെ ചോദ്യം എങ്ങനെയായിരുന്നു? അബ്ദുൾ ഫത്താ അൽ സീസി ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് ചോദിച്ചത്. അപ്പം ഏത് രാജ്യത്തെയാ? ഈജിപ്തിലെ പ്രസിഡന്റ് ആണ് അബ്ദുൾ ഫത്താ അൽ സീസി. റിപ്പബ്ലിക് ദിന പരേഡിൽ നാവികസേനാ സംഘത്തെ നയിച്ച ആദ്യ വനിതാ കമാൻഡർ ആരാണ്? ദിക്ഷ അമൃത് ആണ്. അപ്പൊ 74ാമത് റിപ്പബ്ലിക് ദിനം 2023 74ാമത് റിപ്പബ്ലിക് ദിനം പഠിച്ചല്ലോ. എന്താ? മുഖ്യാതിഥി ആരാണ്? അബ്ദുൾ ഫത്താ അൽ സീസി, ഈജിപ്ത് പ്രസിഡന്റ് ആണ്. റിപ്പബ്ലിക് ദിന പരേഡില് നാവികസേനാ സംഘത്തെ നയിച്ച ആദ്യ വനിതാ കമാൻഡർ ദിക്ഷ അമർ. അപ്പൊ 74 പഠിക്കുമ്പോ നമ്മൾ എന്തും പഠിക്കണം? 75ാമത്തെയും പഠിക്കണം, 2024ലെയും പഠിക്കണം അല്ലെ. അപ്പൊ 2024 75ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ആരായിരുന്നു? ഇമാനുവൽ മക്രോൺ ആയിരുന്നു. ഏതാണ്? ഫ്രഞ്ച് പ്രസിഡന്റ് ആയ ഇമാനുവൽ മക്രോൺ ആയിരുന്നു 75ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി. കേരളത്തെ പ്രതിനിധീകരിച്ച ആദിവാസി ബാലൻ ആരായിരുന്നു? പ്രണവായിരുന്നു. കേരളത്തെ പ്രതിനിധീകരിച്ച ആദിവാസി ബാലൻ ആരായിരുന്നു ചോദിച്ചാൽ അത് പ്രണവാണ്. റിപ്പബ്ലിക് ദിന പരേഡില് ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിത മലയാളി വനിതയും കൂടിയാണ്. ആദ്യ വനിത ആരാ? ശ്വേത കെ സുഗതൻ. അപ്പൊ 75ാമത് റിപ്പബ്ലിക് ദിനം പഠിച്ചു വെക്ക. 2024 മുഖ്യാതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ആയ ഇമാനുവൽ മക്രോൺ ആണ്. കേരളത്തെ പ്രതിനിധീകരിച്ച ആദിവാസി ബാലൻ പ്രണവാണ്. റിപ്പബ്ലിക് ദിന പരേഡില് ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിത അല്ലെങ്കിൽ മലയാളി വനിത ആരാണ്? ശ്വേത കെ സുഗതൻ. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. കേരളത്തിലെ പ്രധാന പദവികൾ. ആദ്യത്തേത് കേരള ഗവർണർ. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാ. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലെ. നമ്മൾ മുമ്പേ പറഞ്ഞതേ ഉള്ളൂ. കേരള ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. കേരള യുവജന കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? കേരള യുവജന കമ്മീഷൻ അധ്യക്ഷൻ
എം ഷാജർ ആണ്. എം ഷാജർ. എം ഷാജർ. കേരള യുവജന കമ്മീഷണർ അധ്യക്ഷൻ എം ഷാജർ ആണ്. എം ഷാജർ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. വി ഹരിനായർ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? എ റഷീദ് ആണ്. എ റഷീദ്. അങ്ങനെയെങ്കിൽ കേരള ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ വി വേണു ആണ്. ഡോക്ടർ വി വേണു. കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു. നമുക്കൊന്ന് പറയാം. കേരള ഗവർണർ എല്ലാവർക്കും അറിയാം, ആരിഫ് മുഹമ്മദ് ഖാൻ. അങ്ങോട്ട് മാറ്റി വെച്ചോ. നമുക്ക് ബാക്കി നോക്കാം. കേരള യുവജന കമ്മീഷൻ അധ്യക്ഷൻ. കേരള യുവജന കമ്മീഷൻ അധ്യക്ഷൻ യുവജനം എം ഷാജർ. എം ഷാജർ. എം ഷാജർ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. വി ഹരിനായർ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. വി ഹരിനായർ. വി ഹരിനായർ. അടുത്തത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ റഷീദ്. എ റഷീദ്. എ റഷീദ്. കേരള ചീഫ് സെക്രട്ടറി ഒന്ന് പറഞ്ഞേ, ആരാണ് കേരള ചീഫ് സെക്രട്ടറി? ആരാ? ഡോക്ടർ വി വേണു. ഡോക്ടർ വി വേണു ആണ് കേരള ചീഫ് സെക്രട്ടറി. പഠിച്ചു കഴിഞ്ഞല്ലോ, ക്ലിയർ ആയല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. 2023 പ്രധാന സാഹിത്യ പുരസ്കാര ജേതാക്കൾ. 2023 പ്രധാന സാഹിത്യ പുരസ്കാര ജേതാക്കളെ പറ്റിയാണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. ഓക്കെ ആണേ. അങ്ങനെയെങ്കിൽ നോക്കാം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തനാണ് കേട്ടോ. SK വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി SK വസന്തൻ. അങ്ങനെയെങ്കിൽ പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ്. ശൂരനാട് കുഞ്ഞൻ പിള്ള. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ശൂരനാട് കുഞ്ഞൻ പിള്ള. 2023 എഴുത്തച്ഛൻ പുരസ്കാരം അവാർഡ് SK വസന്തൻ. 2021 ആർക്കാണ് ലഭിച്ചത്? 2021 P വത്സലയ്ക്കാണ്. P വത്സല. 2021 ആർക്കാണ് ലഭിച്ചത്? P വത്സലയ്ക്കാണ്. 2022 ലഭിച്ചത് ആർക്കാണ്? സേതു. 2022 ലഭിച്ചത് സേതു. അപ്പൊ നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞു. 2023 എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തൻ. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ശൂരനാട് കുഞ്ഞൻപിള്ള. 2021 P വത്സല. 2022 സേതു. അപ്പൊ 23 ആരായിരുന്നു? SK വസന്തൻ. പഠിച്ചല്ലോ. അടുത്ത നോക്കൂ. 2023 വയലാർ അവാർഡ്. വയലാർ അവാർഡ്. 2023 വയലാർ അവാർഡ് ഓർക്കാൻ എളുപ്പ. വയലിൽ നമ്മൾ ഒരുപാട് കാണുന്നത് എന്തുവാ? തുമ്പികളെ കാണും അല്ലെ? അപ്പൊ തുമ്പി തമ്പി എന്ന് ഓർത്താ മതി. ശ്രീകുമാരൻ തമ്പി ഓർക്കാൻ വേണ്ടി പറയാണ്. 2023 വയലാർ അവാർഡിന് അർഹനായ വ്യക്തി ആരാണ്? ശ്രീകുമാരൻ തമ്പി. 2023 വയലാർ അവാർഡിന് അർഹനായ വ്യക്തി ശ്രീകുമാരൻ തമ്പിയാണ്. 2021 അപ്പൊ ആർക്കാ കിട്ടിയത്? 2021 ബെന്യാമിനാണ് കേട്ടോ. ബെന്യാമിനാണ് 2021 കിട്ടിയത്. മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് 2021 ബെന്യാമിന് വയലാർ അവാർഡ് ലഭിക്കുന്നത്. അപ്പൊ 2022 ലഭിച്ചത് ആർക്കാണ്? S ഹരീഷ്. ഇഷ്ടംപോലെ തവണ ചോദിച്ചിട്ടുള്ളതാണ്. S ഹരീഷ് ഏതാ കൃതി? മീശ. അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്, മീശ എന്ന കൃതി രചിച്ചത് ആരാണെന്ന്. S ഹരീഷ് ആണ്. S ഹരീഷ്. അപ്പൊ വയലാർ അവാർഡ് പഠിച്ചല്ലോ. 2023 ശ്രീകുമാരൻ തമ്പി. 2021 ബെന്യാമിൻ. 2022 S ഹരീഷ്. S ഹരീഷ്. കൃതി ഏതാണ്? മീശ. ഇനി 2023 ഓടക്കുഴൽ അവാർഡ്. ഓടക്കുഴൽ അവാർഡ് എപ്പോഴും ഓടക്കുഴൽ ആരുടെ കയ്യിലായിരിക്കുന്നേ? നമ്മുടെ കൃഷ്ണന്റെ കയ്യിലാ അല്ലെ? അപ്പം ഓർക്കാൻ എളുപ്പ. PN ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണൻ. 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണൻ ഏത് കൃതിക്കാണ്? കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ്. കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് PN ഗോപികൃഷ്ണന് 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. അപ്പൊ 2022 ലഭിച്ചത് ആർക്കാണ്?
അംബികാസുധൻ മങ്ങാട്. അംബികാസുധൻ മങ്ങാട്. 2021 ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫിനാണ്. 2021 ലഭിച്ചത് സാറ ജോസഫിനാണ്. ഏത് കൃതിക്കാണെന്ന് അറിയാമോ? ബുദ്ധിനി എന്ന കൃതിക്കാണ്. ബുദ്ധിനി എന്ന കൃതിക്കാണ്. ഏതാണ്? ബുദ്ധിനി എന്ന കൃതിക്കാണ് 2021 സാറ ജോസഫിന് ഈ ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. അടുത്ത 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാ? സക്കറിയക്കാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സക്കറിയയാണ്. അപ്പൊ 2023 പ്രധാന പുരസ്കാരങ്ങൾ പഠിച്ചല്ലോ. കൂടെ നമ്മൾ 2021, 22 പഠിച്ചു. അപ്പൊ നോക്കിയേ, എഴുത്തച്ഛൻ അവാർഡ്. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ശൂരനാട് കുഞ്ഞൻപിള്ള. 21 പി വത്സല, 22 സേതു, 23 SK വസന്തൻ. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം മൊത്തം പഠിച്ചു, മാറ്റിവെച്ചോ. അടുത്തത് വയലാർ അവാർഡ്. വയലാർ അവാർഡ് 2023 ലഭിച്ചത് ആർക്കാ? ശ്രീകുമാരൻ തമ്പി. 2022 S ഹരീഷ്. കൃതിമീശ. 2021 ബെന്യാമിൻ. അടുത്ത എടുക്കാം. 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണൻ. 2021 സാറ ജോസഫ്. കൃതി ഏതാണ്? ബുദ്ധിനി. 2022 ആർക്കാണ്? അംബികാസുധൻ മങ്ങാട്. അംബികാസുധൻ മങ്ങാട്. ഇനി 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച ജേതാവ് ആരാണ്? സക്കറിയയാണ്. സക്കറിയ. ക്ലിയർ ആയോ? അപ്പം പ്രധാന സാഹിത്യ പുരസ്കാരങ്ങൾ പഠിച്ചേ, ജേതാക്കളെയും പഠിച്ചേ, മറന്നുപോത്തില്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. 2022 കോമൺവെൽത്ത് ഗെയിംസ്. 2022 കോമൺവെൽത്ത് ഗെയിംസ്. മറ്റൊന്നും നോക്കണ്ട, ഹെഡിങ് പഠിച്ചോ. 2022 കോമൺവെൽത്ത് ഗെയിംസ് പഠിച്ചേ. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, കാനഡ. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, കാനഡ. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, കാനഡ. ഇന്ത്യ. പഠിച്ചേ. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, കാനഡ, ഇന്ത്യ. AEGI. AEGI പഠിച്ചേ. AGCI. AGCI പഠിച്ചല്ലോ. അപ്പൊ ആദ്യം ലഭിച്ചത് ആർക്കാ? ഒന്നാം സ്ഥാനം. 2022 കോമൺവെൽത്ത് ഗെയിംസിലെ ഒന്നാം സ്ഥാനം ഓസ്ട്രേലിയ, രണ്ടാം സ്ഥാനം ഇംഗ്ലണ്ട്, മൂന്നാം സ്ഥാനം കാനഡ, നാലാം സ്ഥാനം ഇന്ത്യ. നിങ്ങൾ പെട്ടെന്ന് പഠിച്ചു, നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ഇത്. 2022 കോമൺവെൽത്ത് ഗെയിംസില് മൂന്നാം സ്ഥാനം ആർക്കായിരുന്നു? കാനഡയ്ക്ക്. രണ്ടാം സ്ഥാനം ഇംഗ്ലണ്ട്, ഒന്നാം സ്ഥാനം ഓസ്ട്രേലിയ. ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാ? നാലാം സ്ഥാനത്താണ്. ഇന്ത്യക്ക് ലഭിച്ച ആകെ മെഡലുകൾ എത്ര? 61 മെഡലുകൾ. എത്ര മെഡലുകളാ? 61 മെഡൽ. മുമ്പ് നമ്മൾ പറഞ്ഞത് ഏഷ്യൻ ഗെയിംസിന്റെ കാര്യമാണ്, ഇത് കോമൺവെൽത്ത് ഗെയിംസ്. 22 സ്വർണം, 16 വെള്ളി, 23 വെങ്കലമാണ് ആർക്ക് ലഭിച്ചത്? ഇന്ത്യക്ക് ലഭിച്ചത്. 22 സ്വർണം, 16 വെള്ളി, 23 വെങ്കലം. അപ്പൊ 2022 കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? നാലാമത്. ഒന്നാം സ്ഥാനം ആർക്കാ? ഒന്നാം സ്ഥാനം ഓസ്ട്രേലിയ, രണ്ടാം സ്ഥാനം ഇംഗ്ലണ്ട്, മൂന്നാം സ്ഥാനം കാനഡ. AECI. AECI ഓർക്കാൻ എളുപ്പമാണല്ലോ, പഠിച്ചല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. മറ്റൊരു ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. ഓപ്ഷൻ എ തമിഴ്നാട്, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ഡി കേരളം. ജല ബജറ്റ് എവിടാ? കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ജല ബജറ്റ് തയ്യാറാക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ട മണ്ഡലം. ഇന്ത്യയിൽ ആദ്യമായി നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ജല ബജറ്റ് തയ്യാറാക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ട മണ്ഡലം ഏതാ? കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തിലാണ്. മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു? കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിച്ചു വിജയിച്ച നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം മണ്ഡലം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിച്ചു വിജയിച്ച നിയമസഭാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ധർമ്മടമാണ്. മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്, ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലമാണ് ധർമ്മടം. അപ്പം ധർമ്മടം, കണ്ണൂർ ജില്ലയിലെ ധർമ്മടം സംബന്ധിച്ച് നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇന്ത്യയിൽ ആദ്യമായി നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ജല ബജറ്റ് തയ്യാറാക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ട മണ്ഡലം കണ്ണൂർ ജില്ലയിലെ ധർമ്മടം.
കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിച്ച് വിജയിച്ച നിയമസഭാ മണ്ഡലം ധർമ്മടം. ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ധർമ്മടം. അങ്ങനെയെങ്കിൽ ഈ ഒരു പദ്ധതിയുടെ പേര് എന്താണ്? നമ്മൾ ഈ ധർമ്മടം നിയോജക മണ്ഡലത്തിലാണ് ജല ബജറ്റ് തയ്യാറാക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ടത്. ആ പദ്ധതിയുടെ പേരെന്താണ്? ഉറവ. പദ്ധതിയുടെ പേരെന്താണ്? ഉറവ. അപ്പം ജല ബജറ്റ് നമ്മൾ പഠിച്ചു. അപ്പം ജല ബജറ്റ് പഠിച്ചു. എന്താ പറഞ്ഞേ? ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ ഏത് നിയോജക മണ്ഡലത്തിലാണ് ഈ ജല ബജറ്റ് തയ്യാറാക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ടത്? ധർമ്മടത്താണ്. ഇത് സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലമാണ്. അതേപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിച്ച് വിജയിച്ച നിയമസഭാ മണ്ഡലമാണ്. കൂടാതെ ഈ പദ്ധതിയുടെ പേരെന്താണ്? ഉറവ. ഉറവ ജലം. ജലം ഉണ്ടാകുന്ന എവിടെ നിന്നാ? ഒരു ഉറവയിൽ നിന്നല്ലേ? അങ്ങനെ ഓർത്താൽ മതി. പദ്ധതിയുടെ പേരെന്താണ്? ഉറവ. ഉറവ. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ലോക സന്തോഷ സൂചിക 2023 ഇന്ത്യയുടെ സ്ഥാനം. ലോക സന്തോഷ സൂചിക 2023 ഇന്ത്യയുടെ സ്ഥാനം. ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 126, ഓപ്ഷൻ സി 136, ഓപ്ഷൻ ഡി 198. അപ്പൊ നമ്മൾ ഇതെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നും നമുക്ക് എക്സാം ഉണ്ട്. എല്ലാവരും ഈ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. പോൾ എക്സാംസ് ഡെയിലി നടക്കുന്നുണ്ട്. ഡെയിലി ഉള്ള എക്സാംസിൽ നിങ്ങൾ പങ്കെടുക്കുക. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അന്നേരം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലോക സന്തോഷ സൂചിക 2023 ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണെന്ന്. എത്രാമതാണ്? 126ാമതാണ്. എത്രാമതാണ്? 126. ഓപ്ഷൻ ബി 126ാമത്തെ സ്ഥാനമാണ് ഇന്ത്യയുടെ. അപ്പൊ ലോക സന്തോഷിക സൂചിക 2023 നമുക്കറിയാം. ഇൻഡെക്സ് റാങ്കിങ്ങും ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഇൻഡെക്സും റാങ്കിങ്ങും ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു വെച്ചോണം. അതൊരു ടോപ്പിക് ആണ്. പഠിച്ചോണം. അപ്പൊ ഇവിടെ നമ്മളത് വരും ക്ലാസ്സുകളിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് 2023 ലോക സന്തോഷ സൂചികയെ പറ്റിയാണ്. അതിൽ ഒന്നാം സ്ഥാനം ആർക്കാണ്? ഫിൻലാൻഡ്. ഫിൻലാൻഡ്. നമ്മൾ എപ്പോഴും ചിരിക്കുന്നത് എപ്പോഴാ? ഫൺ കേൾക്കുമ്പോഴാണ് അല്ലെ? ഫൺ കേൾക്കുമ്പോഴാണ് നമ്മൾ എപ്പോഴും ചിരിക്കുന്നത്. അപ്പൊ ഓർക്കാൻ എളുപ്പമാണല്ലോ. ഫൺ ഫിൻ. ഫൺ ഫിൻ. ഫിൻലാൻഡ്. ഒന്നാം സ്ഥാനം ആർക്കാ? ഫിൻലാൻഡിനാണ്. രണ്ടാം സ്ഥാനം ആർക്കാണ്? ഡെൻമാർക്ക്. രണ്ടാം സ്ഥാനം ഡെൻമാർക്ക്. മൂന്നാം സ്ഥാനം ഐസ്ലാൻഡ്. മൂന്നാം സ്ഥാനം ഐസ്ലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം അപ്പൊ എത്രാമതാ? 126. ഇപ്പം പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഒന്നാം സ്ഥാനം ഫിൻലാൻഡ്, രണ്ടാം സ്ഥാനം ഡെൻമാർക്ക്, മൂന്നാം സ്ഥാനം ഐസ്ലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 126ാം സ്ഥാനമാണ്. അപ്പൊ 2022 ഇന്ത്യയുടെ സ്ഥാനം എത്ര ആയിരുന്നു? 136 ഈ 136 നിന്ന് 2023 എത്രയിലേക്ക് മാറ്റിയിട്ടുണ്ട്? 126ാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ട്. അപ്പൊ ലോക സന്തോഷ സൂചിക 2023 പഠിച്ചേ, മറന്നുപോത്തില്ലേ? ഒന്നാം സ്ഥാനം ഫൺ അല്ലെ? എവിടാ? ഫിൻലാൻഡ്. രണ്ടാം സ്ഥാനം ഡെൻമാർക്ക്. ഫൺ എപ്പോഴും ഒരു മാർക്കാ അല്ലെ? ഒരു ഗോൾ മാർക്കാ. അപ്പൊ എന്താണ്? ഡെൻമാർക്ക്. ഡെൻമാർക്ക്. രണ്ടാം സ്ഥാനം ഡെൻമാർക്ക്. മൂന്നാം സ്ഥാനം ഐസ്ലൻഡ്. മൂന്നാം സ്ഥാനം ഐസ്ലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 126. 126. 2022 എത്രാമത്തെ സ്ഥാനമായിരുന്നു? 136 ആയിരുന്നു. 136 ആയിരുന്നു. ഇപ്പോൾ അത് 2023 അത് 126ാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾ മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യുക. നമ്മുടെ PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ചാനലിൽ എന്നും ഡെയിലി എക്സാംസ് ഉണ്ട്. അതുപോലെ തന്നെ PDF ഇതിന്റെ തന്നെ നമ്മുടെ ഇപ്പം പഠിച്ചതിന്റെ PDF നോട്ട്സും നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. കൂടാതെ 50ൽ പരം MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിന്റെ PDF നോട്ട്സും ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. എല്ലാവരും കാണുക. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.